ഒടുന്ന വെച്ച തുണിയാളിങ്ങോട്ട് ബജ്ജാക്കലും ഒരിക്കലും അറിയില്ല. ആണ് കൊടുന്നിടും മേശപ്പുറത്ത്. അതങ്ങോട്ട് ബജ്ജാക്കിക്കൂടെ? ചാടിനി കണ്ടൂടെ ഈ ഒരു പരിപാടി. അവനാനെ കൊണ്ടുപോയി വെച്ചൂടെ? എത്രയും ഒരു ദിവസം തിരുമ്പണത്. ഞങ്ങൾ എടുത്തുവെച്ചോണ്ടേ എടുത്തുവെച്ചോണ്ട് ഇവിടെ ഇട്ടുകൂടും. ഞാൻ ഓരോരുത്തർക്ക് ഞാൻ വേറെ വേറെ വെച്ചുകൂടും. ഞാനെന്റെ മളെ വാലേക്കുമുസ്സലാം. എത്തമ്മക്ക് പണി? 2 മരക്കളി പെരയിലില്ലേ? എന്നിട്ടാണ് ഈ കുന്നോളം മടക്കണത്. ഇജിപ്പൊ ഒന്ന് കേറിയിട്ടില്ല. അപ്പൊ ഇനി പോലെ തിന്ന നല്ലോണം എടുത്ത് കാട്ടിക്കൊടുത്തോളിട്ടാ. ഞാൻ വന്നെങ്ങനെ ഇപ്പൊ നിങ്ങളെ മരക്കളെ കുറ്റം പറയുന്നതല്ല. നിങ്ങളെ മടക്കല് കണ്ടിട്ട് ഞാൻ വന്ന് കേറിയപ്പോ നിങ്ങളെല്ലാരും അയലുള്ള മടക്കാനി എന്താപ്പത്? ഇച്ചിപ്പത്ത ഇവിടെ പണി ഈ തുണികൾ മടക്കാന്നല്ലാതെ വേറെ കാലത്ത് പണി ഞാൻ ഇവിടെ എടുക്കണില്ല. ഒക്കെ ഓലെന്നെ എടുക്കണത്. തിരിച്ചും മറിച്ചും 2 ഇളം എടുക്കണം. അപ്പൊ ഉള്ളത് പറയാലോ. ആരപ്പത്? മോളെ എത്ര വർത്താനം? നല്ല വർത്താനം. ഇപ്പോഴും വരികയല്ലേ? ഇപ്പോൾ വരികയാണേ. ഓ ഉമ്മ പഴക്കള് കാണുന്ന വലിയ സങ്കടക്കാരി വന്നപ്പോ തന്നെ നോക്കാച്ചി ഓരോരോ കുറ്റം കൊണ്ടവള് വന്നിക്കണത്. ഇമ്മ അവള് പണിയെടുക്കണ കാണാൻ വെച്ചാണ്. ഞോളെ ചായത്തന്നെ കൊടുന്ന മകളെ കണ്ട വേറെ സ്വാഭാവികരം. 2 ദിവസം കുഴപ്പമില്ലേ? ഇനിയിപ്പൊ തുറന്നു പോകുമ്പോ കാട്ടല്. എന്നിട്ട് പത്താ അമ്മായി വിളിച്ചിനോ? ആ അമ്മായി വിളിച്ചിരുമ്മ. കല്യാണൊക്കെ പറഞ്ഞു വിളിച്ചിരുന്നു. ആ ഞാൻ പറഞ്ഞതാണ് അമ്മായിയോട് അങ്ങോട്ട് വരണ്ട. വന്നിട്ട് ഇവിടെ കാര്യമില്ലല്ലോ. ആ തള്ളി നൽകി ഏതായാലും വരില്ല. ഇന്നപ്പത്തിനാ വെറുതെ അങ്ങോട്ട് വരുന്നേ. അമ്മായിക്ക് അല്ലാത്ത തന്നെ ഉണ്ട് 100,000 സ്വയം. അമ്മായിനോട് പറഞ്ഞു വരാനൊക്കെ. പിന്നെ ഇപ്പൊ അങ്ങോട്ട് പേരേക്ക് വരണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പേരേക്കൊന്നും വരണ്ട. എത്തപ്പ അവിടെ വന്നിട്ട് ഐറ്റങ്ങൾ ഏതായാലും വരില്ല. അപ്പൊ പിന്നെ ഞാനത് പോന്നു. പിന്നെ ഇനിയിപ്പോ ഒരു ചുരിദാറൊക്കെ എടുക്കണം. ഇട്ട ചുരിദാർ തന്നെ ഇടാനുള്ളൂ. വേറെ ചുരിദാറൊന്നും ഇല്ല. ഞാൻ ഇപ്പൊ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇനി പറ്റിനാ കുറച്ച് ചുരിദാർ എടുക്കണത്. എത്ര ഉണ്ട് ഇപ്പൊ എനിക്ക്? നിർപ്പിച്ച് കജ്ജു പീസാൻ പറഞ്ഞേക്കാണ്. വേഗം കാട്ടിക്കൂട്. ആളുവാ ഓ അമ്മ കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് വെള്ളം കൊണ്ടുനിർത്താണി. കുട്ടി വന്നിട്ട് കണ്ടിട്ടില്ലേ? കൊണ്ടേ കൊടുത്തളാ. വന്നിക്കണ് ആളെ നാത്തൂന് ചെച്ച കൊണ്ടേ കൊടുക്കാം. ഒപ്പം കൂടി മറ്റോളൊപ്പം മൈൻഡ് ചെയ്യാതെ ഇരിക്കണമെന്നുണ്ട്. അല്ലമ്മ ഇവിടെ എന്തിയെ? ഇനിയിപ്പൊ എത്താണ് എനിക്ക് പറയാനുള്ളത്? എത്ര രൂപ? അല്ല എത്താ ഇങ്ങ പൈസന്റെ കാര്യം? അതിപ്പോ തരാൻ വേണ്ടി എടുത്തോലല്ലോ. എടുത്തോലേ? കിട്ടിയില്ല. എടുക്കാൻ വിചാരിച്ചോലും ഇപ്പൊ എന്തായാലും തരൂലല്ലോ. അത് ഉറപ്പല്ലേ? അതിനൊരു തുമ്പുമില്ല. അത് പോയി. ഇനിയിപ്പോ എത്തപ്പോ പറഞ്ഞിട്ട് കാര്യം? 2,000 റുപ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഓള് കട്ട തന്നെയാണ്. അല്ലാതെ അത് ആരും കട്ടെടുക്കൂല. ഓള് പറയണത് ഞാൻ ആ പഠിപ്പ് പഠിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. ഓള് പഠിപ്പ് പഠിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ അതെത്തേലാവട്ടെ. പോയില്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ആ 2,000 ഏതായാലും ഈ വരലില്ല. ഞാനേ ആ തുണികളൊക്കെ മടക്കിയേക്കട്ടെ. കഴിച്ചിട്ട് കാണത്ത ചായ വെള്ളത്തച്ച കുടിച്ചുട്ടാ. ആ കുട്ടിക്ക് തീർത്തെടുത്താ
അത് പോയി മടക്കിക്കോളി. ചൊന്നും വേണ്ട. മൊത്തം കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങളായില്ലേ, ഞാൻ കൾ മടക്കിയേക്കട്ടെ. ഇമ്മപ്പോ മാളെടുത്ത് തന്നെയാണ് വിശ്വസിച്ചേക്കണം. ഓക്കെ, അത് കൊടുത്താ പോരാ. എന്റെ അങ്ങോട്ട് കൂടെ നടക്ക. എന്റെ എന്റെ ഫോണുള്ളപ്പാ വിലച്ചു. ഹലോ, ഞാൻ എന്നോട് പറഞ്ഞില്ല ഇങ്ങോട്ട് വിളിച്ചല്ലേന്ന്. ഇപ്പഴല്ല ഞമ്മക്കാരാ വിളിച്ചാളുള്ളത്. ഞാൻ ഇവിടെ എത്തി, കഴിച്ചിട്ടില്ല. ഞാൻ ഇമ്മാന് 2000 ഉറുപ്പ്യ കാണാനില്ല പറഞ്ഞിട്ടില്ലേനോ, അതിന്റെ വർത്താനം പറയണി. അതെങ്ങനെ കിട്ടുമോ? അത് ഞാൻ എടുത്തതല്ലേ. ഞാൻ അടുത്ത് പോന്നതാണത്. ചപ്പളിന് ഉറപ്പാണ് ആ 2000 പൊട്ടിക്കത് ഇവിടെ. ഞാനന്ന് പോന്നപ്പെടുത്തു. അല്ല, പിന്നെ കാര്യത്തിന് പൈസ ഉണ്ടേ. പിന്നെ നോക്കിയാ മാള് ഇവിടെ എത്തി പഴച്ചു പോയിക്കണം. ഇത് കേട്ടുക്കണോന്ന് സംശയമുണ്ട്. നമുക്ക് പ്ലേറ്റ് മാറ്റാം. ഇക്ക ഞാനിവിടെ എത്തിട്ടോ. കണ്ടോ എന്ത് നോക്കാ കുഞ്ഞോളെ, ഇവിടെ വാ. എന്താണ്? പിന്നെ നിങ്ങൾ കുറച്ച് പൈസ അയക്കിട്ടോ ഉമ്മാക്ക് കൊടുക്കാന്. അന്റെ നാത്തും പറഞ്ഞ ചെന്നെ കേട്ടോ. കുഞ്ഞാനിപ്പോ അവിടെ പോയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ ഉമ്മാൻ്റെ അടുത്ത് പൈസ ഇല്ല. അപ്പൊ എന്നാ കുറച്ച് പൈസ കൊടുക്കേനു. നിങ്ങൾ അയക്കിട്ടോ. എന്താ മാളോത്തങ്ങൾ ഇങ്ങനെ പറയണത്? ഉറക്കാത്ത നല്ല കാര്യല്ലേ പറയണത്. പിന്നെ ഒക്കെ മുസ്തവാക്കാനൊക്കെ ഒന്ന് കിട്ടിയിട്ട് വേണ്ടേ, പാവാണ് മുസ്തവാക്ക. പിന്നെ ഇപ്പൊ കുഞ്ഞാനും തന്നെ ആകെ ഇടങ്ങാറായിക്കണ്. ആങ്ങളാനൊക്കെ എന്തൊരു കാര്യമാണ്. നമ്മളെ പെരുത്ത അവസ്ഥ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പൊ ഈ വർത്താനം പറയണത്. നിങ്ങൾ നല്ല കുറച്ച് പൈസ അയക്കിട്ടോ. ഞാൻ അടുത്ത അമ്മയോട് പറയുന്ന വേണ്ട. 1000 ഉറുപ്പ്യ ഉമ്മാനെ കജിൽ കൊടുക്കണ്ടേ. പിന്നെ ഇപ്പൊ നിങ്ങളെ കജിലൂടെ പൈസ ഉള്ളത് ഓൾക്ക് ആകെ ഒരൊറ്റ പെങ്ങളുള്ളല്ലോ. ഞാന് ഇവകനി മറക്കല്ലേട്ടോ. ഇന്ത്യക്ക് പൈസ അയക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണി തരി. ഇവിടുത്തെ അവസ്ഥ കാണാൻ വെച്ചായിട്ടൊന്നും പഠിച്ചിട്ടില്ല നിങ്ങള്. ഇച്ച് കേക്കണ്ട. ഓരോ മാപ്പിളോട് വർത്താനം പറയല്ലേ. കുഞ്ഞോളെ ഇച്ച് കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ എടി? ആയിക്കോട്ടെ എന്നാല്. ആയിക്കോട്ടെ. വലൈക്കും അസ്സലാം. കേക്കുണ്ടോ? കേട്ടാലും കേട്ടില്ലെങ്കിൽ വെറുതെ പറയില്ല. ഞാൻ പറഞ്ഞ ജീവിച്ചു ഇല്ലെന്ന് വെച്ചറിയില്ല. ഓളെ കാമുകനോട് ഞാൻ പറഞ്ഞ കേട്ടോടി, ഇമ്മാന് 2000 ഉറുപ്പ്യ കണ്ടെടുത്തുന്ന ഓളാണ്. സത്യായിട്ടും ഒന്നാര മാളത്തെ ഒന്നും കേക്കണ്ട. ഇനിയിപ്പോ ഒക്കെ കഴിഞ്ഞ് ഇമ്മാന്റെ പൈസ വൃത്തിയാക്കത്ത് ഞാൻ അതും വിശ്വസിച്ചോ? നിങ്ങളെന്താ ഇങ്ങനെ? പൊന്മോളെ, നിങ്ങൾ ആരും ഞാൻ പറഞ്ഞ് വിശ്വസിച്ചതായല്ലോ. എന്റെ ഫോണിൽ കസ്റ്റമറെ വിളിച്ചത്. അതിന് ഞാൻ അങ്ങോട്ട് കട്ടാക്കിട്ടാണ് പോയപ്പോൾ നല്ല വർത്താനാ. ഇമ്മാനെ 2000 ഞാനാ കട്ടുകണത്. അങ്ങനെ ഒട്ടാ ശരിയാവില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടതാ. ഓക്ക് ഞാൻ നോക്കണ കണ്ടുക്കണ്. അപ്പൊ തോന്നുന്നു പ്ലേറ്റ് മാറ്റി തോന്നുന്നുണ്ട്. ഇച്ച് കേക്കണ്ട.
പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും എന്റെ കണ്ടകശനിയാണ്. ഇതൊന്നും മറന്നു പറയാൻ നിൽക്കല്ല കേട്ടോ. ഇനി ഒച്ചുമ്പോൾ ഇവിടെ ഉണ്ടാക്കാച്ച് വെച്ച എന്റെ പുസ്തകം അല്ലെങ്കിൽ എന്റെ കഴിച്ചു പോയിക്കള്. ഇപ്പൊ തോരോ അല്ല ഉമ്മ നല്ല ഓർത്താണ്, ഒന്നുമില്ല. കല്യാണം പറഞ്ഞു വിളിച്ചിനോ? എന്നാ പോന്നോണ്ടി. ഇവിടെ എല്ലാരും ഉണ്ട്. ഇവിടെ പാരൊക്കെയുള്ള നിങ്ങൾക്ക് അറിയില്ലേ? ഇവിടുത്തെ ഒറ്റ കാന്താരി മതിയല്ലോ ഇവിടെ. ആയിക്കോട്ടെ എന്നാ. ഓരോന്ന് കൊണ്ടാണ് പേരും എല്ലാം നിങ്ങൾ പോയി ചെവി ഓർക്കണല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് കേറിയിട്ടുള്ളല്ലോ. നിങ്ങൾക്ക് അത് പോയി നോക്കേണ്ട ആവശ്യമുണ്ടോ? കുഞ്ഞുമോളെ ഞാൻ കേട്ടതാണ്, ഞാൻ കണ്ടു. കണ്ടപ്പോൾ പ്ലേറ്റ് മാറ്റിയതാണ് കുഞ്ഞുമോളെ. ഇജ് കണ്ടടി, ഓളൊരു കാലത്ത് പിടിച്ചു, അതോൾ ഇന്റെ മുന്നിനോട് മുട്ട് കുത്തും. ഇജ് കണ്ടോ? ഏതായാലും നന്നാവൂല. മക്കളെ വേഗം ഒരുങ്ങിക്കോളിട്ടാ. അമ്മന്റെ കുളിയൊക്കെ കഴിഞ്ഞിക്കണോ? ഇനിയിപ്പൊ ഇച്ചിരി പറന്നിട്ടാ മതി. ഇമ്മ ഇന്റത് കഴിഞ്ഞിക്കണേ. നിങ്ങൾ രണ്ട് മരക്കളോട് ഇറങ്ങാൻ പറഞ്ഞോളി. എന്റെ കഴിഞ്ഞിക്കണേ. മുസവാ, പിന്നെ നമ്മളിപ്പോ എല്ലാരും കൂടി ഇരുന്ന് പോണ്ടേ? ഇതിപ്പോ എന്നാല് സ്യാബിന്റെ അല്ലെങ്കിൽ റസാക്കിന്റെ അരച്ച കാർ അത്തച്ച വാങ്ങിക്കളാം. അല്ലാതെ നമ്മളെല്ലാരും കൂടി പോണ്ടേ? വണ്ടി ഞാൻ പറഞ്ഞോളാം. എല്ലാം പറഞ്ഞോളാം. ഇനിയിപ്പൊ നിങ്ങൾ നോക്കിക്കണം, നിങ്ങൾ മാറ്റിക്കോളി. ഇച്ച് പിന്നിത്ത പറന്നിടാനുള്ളൂ. ഇനിയിപ്പൊ അത് അവിടെ ചെന്ന ഊരിക്കാരം. ഞാൻ നല്ലൊരു മാക്സി അതിലിട്ടിക്കണം. മാറ്റി കുഞ്ഞോളെ മാറ്റിക്കോളി. ആളുവാ. ആ കുഞ്ഞോളും ഇപ്പൊ കല്യാണം കഴിഞ്ഞാണ്ട് ഇപ്പൊ പോവുകയാണ് നമ്മളെ കുടുംബത്തിലൊരു കല്യാണത്തിന്. ഇനിയിപ്പൊ ചോദിച്ചിലേറെ കാരം പണ്ടവിടെ, പൊന്നവിടെ, മാലവിടെ, മഹറോടെ വെച്ച് എത്തപ്പോ കണ്ണു കൂപ്പത്തിനും കൂടി ഇല്ല. പോകാൻ തന്നെ കൂടിയില്ല. പിന്നെ ആ പെണ്ണ് ചുറ്റിക്കെട്ടി ഇറങ്ങുന്നോണ്ട് ആരിപ്പോ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്നാലേ പോയി പത്രം ഇട്ടോ. പിന്നെ കല്യാണത്തിന് അവനോട് എല്ലാവരും ഒരുങ്ങി, ഞാനും ഒരുങ്ങിക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ നല്ല നാടകം സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ മാറ്റി നിന്നു. മാറ്റാന്നവർക്കൊക്കെ സംശയിക്കാരോ? ഞാൻ എന്നാലേ നാടകം സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. എന്റെ ഫോണ് കടിച്ചെന്നെ ചെയ്യരുത്. ഇങ്ങോട്ട് വിളിച്ചെന്നെ ചെയ്യരുത്. ഇനി എന്റെ ഫോണ് റിങ് ചെയ്യാൻ പാടില്ല. ഇമ്മാനും കുഞ്ഞോളൊന്നും ഇവിടെ ഇല്ല. മറ്റു സാധനല്ലേ അതിനേക്കാളൊക്കെ തോന്നുക. എന്നാലും ഓക്കെ ഇപ്പോഴും മാറ്റിട്ടില്ലേ? പിന്നെ ഇമ്മച്ചിക്ക് ചെറിയൊരു പള്ളവേദന ഒക്കെ ഇട്ടോ. ജിമ്മമാരൊപ്പം പോയിക്കൊണ്ടിട്ടോ. എന്നാ പോയി മാറ്റി. സൂസ് ഉണ്ടാവും മരത്ത് പോയി നോക്കാം. അപ്പൊ ഞാനിന്ന് തുടങ്ങാട്ടോ. ഓക്കെ സെറ്റ്. കാണാൻ പുതിയക്കണ് ആയിക്കോട്ടെ. എല്ലാ കൂട്ടുകാർക്കും സുഗന്ധിന്റെ അല്ലേ കവറാണ് കേട്ടോ. അപ്പൊ മക്കളെ നമ്മളെ ഷോപ്പിലാണ്. അപ്പൊ ഷോപ്പ് അറിയാത്തവർക്ക് ഞാൻ ആദ്യം തന്നെ നമ്മളെ ഷോപ്പിന്റെ വജ്ജൊന്ന് പറഞ്ഞുതരാം. മലപ്പുറത്തുനിന്ന് തിരൂര് കോട്ടക്കൽ റോട്ടൊക്കെ കേറുമ്പോ വടക്കമണ്ണെന്നുണ്ട്. ആ കേറുന്ന വളവ് തന്നെ മഴവില്ലാട്ടോ നമ്മളെ ഷോപ്പിന്റെ പേര്. അപ്പൊ ഈ കോട്ടക്കന്ന് പോരുമ്പോ വടക്കമണ്ണ എത്തുന്നതിന് മുന്നേറ്റാണ് മഴവില്ല് കേട്ടോ. അപ്പൊ നമ്മളെ മഴവില്ലേക്ക് പോകുന്നോണ്ട് എല്ലാവിധ വർണ്ണങ്ങളും നമ്മളെ കടയിലുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു വിലക്കാണ് നമ്മളെ ഷോപ്പിൽ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഓൺലൈനിൽ നമ്മളൊരു 10 രൂപ 20 രൂപ കൂട്ടിക്കണ്. അതായത് നമ്മള് ഷിപ്പിംഗ് ചാർജും കൂടി വരുന്നുണ്ടല്ലോ.
അപ്പൊ എന്തായാലും ഇന്ന് ഒരു കിടിലും ഒരു ഓഫർ കൊണ്ടിട്ട് നമ്മൾ വന്നിട്ടുള്ളത് 1000 റുപ്യക്ക് 4 മാക്സി, അതും നല്ല അടിപൊളി മാക്സികളാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ വെച്ചാൽ ആ 4 മാക്സി സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വന്നോളൂ കേട്ടോ. അപ്പൊ അത് ആദ്യം തന്നെ നമ്മൾ കാണിച്ചു തരാം. അതാണ് ഇതൊന്ന് കേട്ടോ. ഇതാണ് ഒന്ന്. ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ വരുന്നത്. ഇതാണ് കഴുത്ത്, സാധാ പതിച്ചടിച്ച കഴുത്ത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെത്. 4 അതിൽ കളർ വരുന്നത്. ഇതാണ് ഒരു കളറ്. കൈയൊക്കെ നല്ല അത്യാവശ്യം ഉണ്ട്. 56, 54, 52 ആട്ടോ സൈസ് വരുന്നത് ഇതാട്ടോ. അപ്പൊ ഏത് 4 വേണ്ട വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ഇതാണ്. പിന്നെ ഇതാ, ഇത് നല്ല അടിപൊളി മാക്സിയാണ്. കഴുത്ത് ഇതാ അല്ലെ, കൈൻ്റെ ഇവിടെ അതിൻ്റെ ലൈസ് കേട്ടോ. ഇതാണ്. അപ്പൊ ഇതിലും 4 കളറുണ്ട്. നല്ല കരിനീല. അപ്പൊ ഇതൊക്കെ പുറത്ത് നിങ്ങൾ ഒറ്റക്കൊന്ന് വാങ്ങുകയാണെങ്കിൽ എന്തായാലും 280 ആ ലെവലിൽ മാക്സിക്ക് കൊടുക്കണം കേട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ കളറ് വേറെ. അപ്പൊ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തോളി. അങ്ങനെ ഇതിലും 4 കളർ കേട്ടോ. കഴുത്തല്ല അടിപൊളി കഴുത്താണ്. പിന്നെ ഇത് ഒരു മോഡൽ കഴുത്താണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ 56 ആ സൈസിലാണ് കേട്ടോ. ഇതതിന് വേറെ കളറ്. ഇതതിന് വേറെ കളറ്. ഇതതുപോലെ കഴുത്ത് നല്ല അടിപൊളി കഴുത്താണ്. കൈയൊക്കെ നല്ല അത്യാവശ്യം ഉണ്ട്. നല്ല വീതി ഇത് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ വേറൊരു കളറാട്ടോ. അതിൽ അങ്ങനെ 5 കളറാണ് വരുന്നത്. അടിപൊളി ഒരു കളറാട്ടോ. നല്ലൊരു ഡിസൈനാണ്. നല്ലൊരു മൈലാഞ്ചി പുള്ളി ആട്ടോ ഈ ഡിസൈൻ വരുന്നത്. അപ്പൊ നല്ല ബ്ലാക്കും യെല്ലോ കളറും ഇട്ടോ. നല്ല രസമുണ്ട് ഇത് കളറ്. കഴുത്തതാ നല്ലൊരു മോഡേണാട്ടോ. അപ്പൊ അതാ ശീലൊക്കെ നല്ല ശീലയാണ് കണ്ടോ. ഉള്ളിലേക്ക് ഈ ഒരു പതിച്ച ഈ ഒരു കളറും കൂടി വരുന്നുണ്ടെങ്കിൽ ശീല നല്ല അടിപൊളി ശീലയാണ് കേട്ടോ. അതാ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഏതൊക്കെയാ 4 വെച്ചാൽ തിരഞ്ഞെടുത്തോളിട്ട് മക്കളെ. അപ്പൊ മക്കളെ നിങ്ങൾക്ക് ഏത് 4 മാക്സിയാണ് ഇഷ്ടപ്പെട്ട വെച്ചാൽ ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരും കേട്ടോ. വിളിച്ചാൽ കിട്ടൂല, നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി മാക്സികളാണ്, നല്ല റേറ്റിന് കൊടുക്കണ മാക്സികൾ തന്നെയാണ് കേട്ടോ. അപ്പൊ എടുക്കുമ്പോൾ 4 എടുക്കണം. ഒന്നായിട്ട് എടുക്കുമ്പോൾ അതിന്റെ ആ ഒരു വില നമുക്ക് തരേണ്ടി വരും കേട്ടോ. 270, 75 ആ റേറ്റിൽ തരേണ്ടി വരും. 4 എടുക്കുകയാണെങ്കിലാണ് 1000 രൂപ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഴവില്ലിക്ക് എല്ലാവരും പോന്നോളി. ഇവിടെ വരുമ്പോൾ അത് അതിലേറെ കുറവാട്ടോ ഒരു മാക്സിക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ മക്കളെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.